ഹേ ഗായ്സ്. ഹായ് ഗായ്സ്. ഇത് ഞങ്ങളുടെ ദുബായ് ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. ഇന്ന് ദുബായ് അല്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന അബുദാബിയാണ്. അബുദാബിയിൽ ആക്ച്വലി ഒരുപാട് നല്ല അട്രാക്ഷൻസ് ഉണ്ട് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം മാത്രമായിട്ടാണ് അബുദാബിയിലേക്ക് പോയത്. സോ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള 2 പ്ലേസാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അതിലകത്ത് ഒന്ന് സീ വേൾഡും പിന്നെ ഒന്ന് ബാബ്സ് ടെമ്പിളും ആയിരുന്നു. ഇത് കൂടാതെ അവിടെ നമുക്ക് അടുത്ത് തന്നെ ഫെറാറി വേൾഡ് ഉണ്ട്, മോസ്ക് ഉണ്ട്, പിന്നെ അതുപോലെ പാലസ്, അങ്ങനെ കുറേ കാണാനുണ്ട് അബുദാബിയിൽ. സിറ്റി തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ കാണാൻ പോകുന്ന സീ വേൾഡിൻ്റെ അടുത്ത് തന്നെയാണ് ഫെറാറി വേൾഡ്. ആക്ച്വലി ഫെറാറി വേൾഡിൽ ഈ കാർ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ ഒരുപാടുണ്ട് അവിടെ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഫെറാറി വേൾഡിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സീ വേൾഡ് വിശേഷങ്ങൾ കാണാം. മെയിൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറുന്ന കാഴ്ചയാണ് ഇത്. ആക്ച്വലി കുറേ ഫോട്ടോ സ്പോട്സുകളുണ്ട് നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഈ ടാങ്കിലൊക്കെ കുറേ ഫിഷ് ഉണ്ട്. നമുക്ക് അതിനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ട്രെയിനേഴ്സ് ഉണ്ട്. അവർ നമുക്ക് പറഞ്ഞ് തന്ന് നമുക്ക് തൊടാനൊക്കെ പറ്റും. ഇതാണ് സീ വേൾഡിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് നേരെ എത്തുന്നത് ആക്ച്വലി ഒരു സെൻട്രൽ പോയിന്റിലോട്ടാണ്. സെൻട്രൽ പോയിന്റിൽ എത്തി നമുക്ക് 4 എൻട്രി കാണാൻ പറ്റും. 4 എൻട്രി കൂടെ നമുക്ക് പല അനിമൽസിൻ്റെ ഷോ നടക്കുന്നുണ്ട്. അതിന് ഓരോ ടൈമിംഗ് ആയിട്ടുണ്ടാവും. 2 hours 3 hours ഗ്യാപ്പിലൊക്കെ ആയിട്ടായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഒരു എൻട്രൻസ് ഗേറ്റിലേക്ക് കയറി നമ്മൾ കാണുന്നത് കൂടുതലും റൈഡ്സ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മെയിൻലി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് സ്ട്രോളർ നമ്മൾ അവിടെ നിന്ന് റെൻ്റ് ഔട്ട് എടുത്തായിരുന്നു കേട്ടോ. ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളായി. അവൻ ഫുൾ ഡേ അതിനകത്തായിരുന്നു സ്പെൻഡ് ചെയ്ത്. അവൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും. നമുക്കും കൺവീനിയൻ്റ് ആയിരുന്നു. അവനെ ക്യാരി ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവനും എല്ലാം എൻജോയ് ചെയ്ത് കണ്ട് നമുക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് റൈഡ്സിലൊക്കെ കയറി. ഈ കാണുന്ന റൈഡ് ശരിക്കും കിഡ്സിൻ്റെയാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങളിതിൽ കയറി. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ അതിൻ്റെ ടൈമിങ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നും പറഞ്ഞ് കയറിയത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ തന്നെ അവിടെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചാടിയോ ഇറങ്ങി ഓടിയോ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മൾ ഓടണ വഴിക്കാണ് കാണുന്നത്. നമ്മൾ ക്ലാസ്മേറ്റിൻ്റെ ഒട്ടപ്പിൽ മാത്രം കണ്ടേക്കുന്ന ഫ്ലമിംഗോസ് നിൽക്കണു. അത് ഒറ്റക്കാലിലൊക്കെ നിൽക്കണു. അങ്ങനെ ഞങ്ങൾ ഓടിയെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സീറ്റ്സൊക്കെ ഫില്ലായിരുന്നു. ഒരുപാട് പേരകത്ത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ സീറ്റിങ്ങിന് 2 ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർ VIP ടിക്കറ്റ്സും പിന്നെ മേളിലേക്ക് പോകുന്തോറും നമുക്ക് വ്യൂവും ഒരുപാട് കുറയും. പിന്നെ ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയാണ് ഇരുന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിലിരുന്ന് വെള്ളം നനഞ്ഞു പോയൊരു ചേട്ടനെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോൾഫിൻസ് വരുന്നതിന് മുന്നേ അവരെ ട്രെയിനേഴ്സ് ആട്ടോ ആദ്യം വരുന്നത്. അവർ വന്ന് അതൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്ന് ഈവൻ ഡോൾഫിൻസിൻ്റെ പേരും ഏജും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞൊക്കെ തരും. ട്രെയിനേഴ്സും ഡോൾഫിൻസും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ ആയിട്ടും. അവരെന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്യുന്ന ഡോൾഫിൻസും. നമ്മളതൊക്കെ ആക്ച്വലി നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ഷോസൊക്കെ. അങ്ങനെ ഡോൾഫിൻ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആ എൻട്രൻസിൻ്റെ അവിടെ ഉള്ള സെൻട്രൽ പോയിന്റിലോട്ട് തന്നെയാണ്. അവിടെ വാളിൽ LED ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ചു നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാണിച്ചത് ഇവിടെ നിർത്താണ്. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കിഡ്സിന് മാത്രമുള്ള ആക്ടിവിറ്റീസ് റൈഡ്സ് മാത്രമല്ല അഡൾട്ട്സിന് വേണ്ടിയിട്ടുമുണ്ട്. ഞങ്ങൾ ആക്ച്വലി റോളർ കോസ്റ്ററിലും കയറിയായിരുന്നു. അതിന് വീഡിയോ എടുക്കാനോ ഫോൺ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസും ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സിറ്റി ടൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ആക്ച്വലി സീ വേൾഡിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം ഞങ്ങൾ 1 ഡേ ട്രിപ്പായിട്ടാണ് അബുദാബിയിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഏരിയ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ സീ വേൾഡിൽ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ സിറ്റി ടൂറാണ് പോയത്. ഞങ്ങൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ എടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവറും മലയാളി തന്നെയായിരുന്നു. ഡ്രൈവർ അത്യാവശ്യം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് കാണേണ്ട അത്യാവശ്യം നല്ല അട്രാക്ഷൻസും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ അബുദാബിയിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് മോസ്ക്. ഇത് നമ്മൾ പലരുടെയും അബുദാബി വ്ളോഗ്സിലും ദുബായ് വ്ളോഗ്സിലൊക്കെ അബുദാബിയുടെ മെയിൻ അട്രാക്ഷനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉള്ളിൽ നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ ഡിസൈനിങ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അബുദാബിയിലൊരു ബീച്ചാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല ചൂടായിട്ട് നമ്മൾ അധികം നേരം നിന്നില്ല അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ബീച്ചിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് അച്ഛന് ഓടിക്കണമെന്ന് വലിയ ആഗ്രഹം പറഞ്ഞായിരുന്നു. അച്ഛൻ കുറച്ച് നേരം ഓടിച്ചു കിടന്നു. കാരണം ദുബായിൽ വന്നപ്പോൾ തൊട്ട് എല്ലായിടത്തും ഈ സ്കൂട്ടേഴ്സ് ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഫോൺ വഴി തന്നെയാണ് ലോഗിൻ ചെയ്യേണ്ടത്.
നമുക്ക് ആദ്യത്തെ ഒരു റൈഡ് ഫ്രീ ആയിരിക്കും ഇത്ര മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര ദിറം വെച്ചിട്ടാണ് പേ ചെയ്യുക. ചൂടിന് ഒരു രക്ഷയില്ലാത്ത ചൂട് കാരണം ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങളുടെ ഡ്രൈവർ കൊണ്ടുപോയത് അടുത്തൊരു മെയിൻ അട്രാക്ഷനിലോട്ടാണ്. കാണുന്നതാണ് അബുദാബിയിലെ ഫ്ലോട്ടിംഗ് മ്യൂസിയം. ഇത് മെയിൻലി ഒരു ആർട്ട് മ്യൂസിയം ആണ്. ഇതിന് ചുറ്റും വെള്ളമാണ്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നിറച്ച് മരങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏൻഷ്യൻ ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആർട്ട് പീസസ് നമുക്ക് കാണാൻ പറ്റും. അത് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറി കണ്ട് എൻജോയ് ചെയ്യാനൊക്കെ ടൈമുണ്ട്. പിന്നെ അതിന് പ്രത്യേകം എൻട്രി ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളതിലേക്ക് നമ്മൾ പോയില്ല. നമുക്ക് വേറൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ വേറെ സ്പോട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ അധികം സ്പെൻഡ് ചെയ്യാതെ കുറച്ച് നേരം നടന്ന് നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ബാബ്സ് ടെമ്പിളിലോട്ടാണ്. ഞങ്ങൾ ഇവിടെ നിന്നേ പോയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു ബാബ്സ് ടെമ്പിൾ. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയേഴ്സ് ഒരുപാട് വീഡിയോസിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊന്ന് നേരിട്ട് കാണാൻ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ. ബാബ്സ് ടെമ്പിൾ ആക്ച്വലി മൺഡേയ്സിൽ ഓപ്പൺ ആയിരിക്കില്ല. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 തൊട്ട് ഈവനിങ് 8 o'clock വരെയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാണ് അറിഞ്ഞത് ഡ്രസ് കോഡ് ഉണ്ടെന്ന്. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അവിടെ ഷോൾ അവൈലബിൾ ആണ്, നമുക്ക് പോയി വാങ്ങാം. അവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും ഉണ്ട്. അവിടെ പോയി മാറിയിട്ട് നമുക്ക് അകത്ത് കയറാം. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് എൻട്രി ഫീ ഒന്നുമില്ല. പകരം നമ്മൾ പോകുന്നതിൻ്റെ തലേ ഡേ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഈ കാണുന്നതാണ് അബുദാബിയിലെ ആദ്യത്തെ ട്രഡീഷണൽ ടെമ്പിളായിട്ടുള്ള ബാബ്സ് ടെമ്പിൾ. ഇതിൻ്റെ അകം പണി തീർത്തിരിക്കുന്നത് പിങ്ക് സാൻഡ് സ്റ്റോണും മാർബിളും വെച്ചിട്ടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഓരോ ആർട്ട് വർക്കും ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് കണ്ടാൽ തന്നെ നല്ല ഭംഗി. ഞങ്ങൾ വീക്കെൻഡായിരുന്നു പോയിരുന്നത്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പോൾ ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതിൽ കൂടെ തന്നെ നടന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫുഡ് കോർട്ടായിരുന്നു. ഇതാ നേരെ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് ഫുഡ് കോർട്ട്. വെജിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ വലിയ റേറ്റും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചിറങ്ങി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.